എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം 2024 ഏപ്രിൽ 26 നടക്കുന്ന പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അത് കേരളത്തിൽ രണ്ടാം ഘട്ടത്തിലാണ് നടക്കാൻ പോകുന്നത്. ഏപ്രിൽ 26 കേരളത്തിലെ തെരഞ്ഞെടുപ്പ്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്തിൽ ഏപ്രിൽ 19 തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിന് വിഭിന്നമായ രീതിയിലുള്ള വിധിയെഴുത്തുകൾ മാത്രമാണ് കേരളത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളത്. ദേശീയതയുമായി താതാത്മ്യം പ്രാപിക്കാത്ത രീതിയിലുള്ള ദേശീയതയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് എല്ലാ കാലഘട്ടത്തിലും സ്വീകരിക്കുവാൻ വേണ്ടി മുൻകൈ എടുത്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഉത്തരേന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെട്ട പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അഭയം കൊടുത്തൊരു പാരമ്പര്യം കൂടി കേരളത്തിനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദേശീയ തലത്തിൽ നിഷ്കാസനം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നിഷ്കരണം ജനങ്ങൾ വലിച്ചെറിഞ്ഞ ഒരു സംവിധാനത്തെ കേരളം രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് ആനയിച്ച് തിരിച്ച് അവർക്ക് ജീവശ്വാസം നൽകിയ ഒരു സാഹചര്യം കൂടി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വിധിയെഴുത്തുകൾ പലപ്പോഴും ചിന്തിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടിയാലോചനകൾ നടത്തിയോ ഉള്ള തെരഞ്ഞെടുപ്പല്ല. ഇവിടെയുള്ള തെരഞ്ഞെടുപ്പ് നിഷേധാത്മകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. വോട്ടിംഗ് രീതിയാണ് ഇവിടെ നിലവിലുള്ളത്. നിഷേധാത്മകമായിട്ടുള്ള വോട്ടിംഗ് രീതി. അത് ദേശീയതയ്ക്ക് എതിരായിട്ടാണോ അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള പ്രവർത്തനങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇനിയും തർക്കമുണ്ട് എങ്കിൽ പോലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇവിടെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും മത്സരിക്കുന്നത് 3 മുന്നണികൾ. അതിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നണിയും സംസ്ഥാന ഭരണവും അവർക്കുണ്ട്. പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊപ്പം തന്നെ ശക്തിയുള്ള കേരളത്തിലെ ഏറ്റവും രണ്ടാമത്തെ വലിയ പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗ് അടങ്ങുന്ന UDF മുന്നണി. അപ്പോൾ കേരള കോൺഗ്രസും ഒപ്പമുള്ള ചെറിയ ചെറിയ കക്ഷികളും അതോടൊപ്പം ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസും ഒപ്പത്തിന് നിൽക്കുന്ന മുസ്ലിം ലീഗുമാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശക്തി. പക്ഷേ BJP-യെ സംബന്ധിച്ചിടത്തോളം BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവും ഒപ്പമുള്ള BDJS എന്ന് പറയുന്ന ഒരു ചെറിയൊരു പ്രസ്ഥാനവുമാണ്. നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു പാർലമെന്റ് സീറ്റ് ജയിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 35,000 മുതൽ 40,000 വരെയുള്ള വോട്ടുകൾ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടനാ സംവിധാനം നിലവിൽ വേണം. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു സംഘടനാ സംവിധാനം നിലവിലുള്ളത് ഇവിടുത്തെ CPM-നും കോൺഗ്രസിനും മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് LDF-നും UDF-നും ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് ഒരു പാർലമെന്റ് മണ്ഡലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അതിൽ ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഏതാണ്ട് 35,000 മുതൽ 40,000 വരെയുള്ള വോട്ടുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി ഇരു മുന്നണികൾക്കുമുണ്ട്. പക്ഷേ അവരെ എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന BJP-ക്ക് കേരളത്തിൽ എത്ര മണ്ഡലങ്ങളിൽ അത്തരത്തിൽ വോട്ടുകൾ നിലവിലുണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വിജയം കൈവരിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ 2.5 ലക്ഷം വോട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ള LDF-നെയും UDF-നെയും പരാജയപ്പെടുത്തി അവിടെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആ മുന്നണി അല്ലെങ്കിൽ ആ പാർട്ടി അത് എത്രത്തോളം കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നു എന്നുള്ള കാര്യം നമ്മൾ വളരെയധികം ആലോചിക്കേണ്ടതാണ്. കാരണം BJP പോലൊരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർ 84-ന് ശേഷമുള്ള ആ പ്രവർത്തനത്തിൽ അവർക്ക് എത്രത്തോളം പുരോഗതി എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. കാരണം 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയിട്ടുള്ളത്. ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് നമുക്കറിയാം. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളിൽ ഇവിടെ നടന്ന പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിൽ നേതൃത്വം നൽകിയത് ഇവിടുത്തെ NSS അടക്കമുള്ള സംഘടനകളായിരുന്നു. നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് NSS-ന്റെ അണികൾക്കും NSS-ന്റെ നായർ സമുദായത്തിൽപ്പെട്ട വിശ്വാസികൾക്കുമെതിരായിട്ട് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ച നിഷേധാത്മക നിലപാടുകളും അവരുടെ പേരിലെടുത്ത കേസുകളും അത് ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളെ ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ട് തിരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ UDF-ന് 20-ൽ 19 സീറ്റും BJP-ക്ക് ഏറ്റവും മെച്ചപ്പെട്ട വോട്ട് നിലയും ഉണ്ടായത് എന്നുള്ളത് ആർക്കും തർക്കമില്ലാത്ത ഒരു വിഷയമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നായർ സമുദായത്തിന് ഇടക്കാലത്തുണ്ടായിരുന്ന ഗണേശനുമായി ബന്ധപ്പെട്ട ഗണപതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുമുള്ള ആ വിഷയങ്ങളെല്ലാം ഒതുക്കി തീർത്തു കഴിഞ്ഞു. ആ വിഷയങ്ങളും നിലവിലില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അയ്യപ്പനുമില്ല ഗണപതിയുമില്ല എന്നുള്ള കണ്ടീഷൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വോട്ടുകൾ എങ്ങനെയാണ് നായർ സമുദായം വിനിയോഗിക്കുന്നത് എന്നത് സംബന്ധിച്ച് നമുക്ക് ആശങ്ക ഉണ്ട്. കാരണം സ്വാഭാവികമായും നമുക്കറിയാം 10% സാമ്പത്തിക സംവരണം ഇവിടുത്തെ മുന്നോക്ക സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് അനുവദിച്ചത് 2 ഗവൺമെന്റുകളാണ്. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റും സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും. പക്ഷേ
ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഷയങ്ങളൊന്നും ചർച്ചയിൽ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിലെ ആളുകളുടെ വിശ്വാസങ്ങളും അവരവരുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് ഒരു മത്സരത്തിലേക്ക് പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ വിനിയോഗിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണുകയും നിർവാഹമുള്ളൂ. കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ബിംബത്തെ സൃഷ്ടിച്ചുകൊണ്ട് കേരളം പോലൊരു സംസ്ഥാനത്ത് എന്തെങ്കിലും നേടാൻ കഴിയുമെന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിംബത്തെ, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു ബിംബത്തെ സൃഷ്ടിച്ചുകൊണ്ട്, അങ്ങനെ ഏതെങ്കിലും ബിംബങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും നേടാൻ കഴിയില്ല. കാരണം കേരളത്തിൽ എല്ലാ പാർട്ടിക്കും പ്രാദേശിക അടിസ്ഥാനത്തിലും അതിൻ്റെ ഓരോ ഘടകങ്ങളിലും എല്ലാം വളരെ ശക്തമായ രീതിയിലുള്ള അടിത്തറയുള്ള പ്രദേശങ്ങളുണ്ട്. പക്ഷേ നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മിനിമം ഒരു 2.5 ലക്ഷം വോട്ടെങ്കിലും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ സുനിശ്ചിതമായി ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കക്ഷിക്ക് മാത്രമേ ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു പാർലമെന്റ് മണ്ഡലം ജയിക്കാൻ കഴിയൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ യാഥാർത്ഥ്യത്തിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ BJP വിജയിക്കും എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം അന്ന് അവിടെ മത്സരിച്ചിരുന്ന BJPയുടെ സ്ഥാനാർത്ഥി ലഡു വിതരണം ചെയ്യുന്ന അവസരം വരെ ഉണ്ടാക്കി. പക്ഷേ അവസാനം നെയ്യാറ്റിൻകര, പാറശാല, കോവളം അടക്കമുള്ള 3 മണ്ഡലങ്ങളിൽ അവിടുത്തെ വോട്ടിങ്ങിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വന്ന ലീഡ് ഈ മറ്റ് 4 മണ്ഡലങ്ങളിൽ നേടിയ ലീഡിനേക്കാൾ എത്രയോ 10 മടങ്ങ് വോട്ടുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. നഗരപ്രദേശത്തുള്ള 4 മണ്ഡലങ്ങളിലും BJPയുടെ സ്ഥാനാർത്ഥിക്ക് ലീഡ് വന്നപ്പോൾ ഗ്രാമപ്രദേശത്തുള്ള നെയ്യാറ്റിൻകര, പാറശാല, കോവളം അടക്കമുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് വന്ന ലീഡ് ഏതാണ്ട് BJPയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിനേക്കാൾ എത്രയോ മടങ്ങ് വോട്ടുകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതേ പാർലമെന്റിന്റെ പാറ്റേൺ തന്നെയാണ് മറ്റ് പല മണ്ഡലങ്ങളിലും വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയം എന്ന് പറയുന്നത് വളരെയധികം വിദൂരത്താണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനായിട്ടുള്ള വിധിയെഴുത്താണ്. ആ വിധിയെഴുത്ത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ നേട്ടം ഉണ്ടാകുന്നത് BJPക്കാണോ? കാരണം ഭരണകക്ഷി എന്ന നിലയിൽ ഇടതുപക്ഷ ഗവൺമെന്റിനുണ്ടാകുന്ന വീഴ്ചകളെ സംബന്ധിച്ച് അതിന്റെ നേട്ടമുണ്ടാകുമ്പോൾ ആന്റി ഇൻകംബൻസിയുടെ ഭാഗമായിട്ട് കിട്ടേണ്ടത് UDFനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക്. അപ്പോൾ UDFന് അത് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ദേശീയ തലത്തിൽ ഭരിക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്കെതിരായിട്ടുള്ള ആന്റി ഇൻകംബൻസി വോട്ടുണ്ട്. ആ വോട്ട് ആർക്ക് കിട്ടുന്നു എന്നുള്ള ചോദ്യം വരുമ്പോൾ അത് വരുന്നത് UDFനും CPMനുമായി പിന്തിരിച്ചു പോകും. പക്ഷേ അപ്പോഴും CPMനുണ്ടാകുന്ന അവരുടെ 10-8 വർഷത്തെ ഭരണത്തിലുണ്ടാകുന്ന വീഴ്ചകൾ, ആ വീഴ്ചകൾ കാരണം ഉണ്ടാകുന്ന ആന്റി ഇൻകംബൻസി ഫാക്ടർ കൂടി കിട്ടുമ്പോൾ സ്വാഭാവികമായും 20 പാർലമെന്റ് സീറ്റിലും UDFനെ സംബന്ധിച്ചിടത്തോളം അവർ വിജയത്തിന്റെ പാതയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ പല മണ്ഡലങ്ങളിലും 2ാം സ്ഥാനത്തേക്ക് വേണ്ടി LDFും BJPയും തങ്ങളിൽ മത്സരിക്കുന്നൊരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയും എന്നതാണ് യാഥാർത്ഥ്യം. അത് പല മണ്ഡലങ്ങളിലും അത്തരം ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 20 മണ്ഡലങ്ങളും UDFന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരാൻ വേണ്ടി ഈ 2 സർക്കാരുകൾക്കും എതിരായിട്ടുള്ള ആന്റി ഇൻകംബൻസി ഫാക്ടർ ഒരു ഘടകമായി മാറുന്നുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിലോട്ട് കടക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി പെട്ടെന്നൊരു മാറ്റം മറിച്ചിലോ എന്തെങ്കിലും അട്ടിമറികളോ ഉണ്ടായാൽ പോലും കേരളത്തിലെ രാഷ്ട്രീയത്തെയോ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെയോ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവചനത്തെയോ ഫലത്തെയോ സ്വാധീനിക്കില്ല എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിലെ ചെയ്തികൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇവിടെ വിപ്ലവം സൃഷ്ടിക്കാൻ തക്ക ശേഷിയുള്ള സംഘടനകളൊന്നും നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ BJPക്കും CPMനും വാട്ടർലുവായി തന്നെ തീരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് അപ്പുറത്തേക്ക് ഒരു തീരുമാനം ജനം കൈക്കൊള്ളുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം.